എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഹാമുദ്രയെ പറ്റി പറയാം. മഹാമുദ്ര, കേജരി മുദ്ര. നാവ് മുകളിലേക്ക് വളച്ച് വായിൽ മൂക്കിൽ നിന്നും വരുന്ന ദ്വാരത്തെ അടയ്ക്കുന്നതിനായി കേജരി അടയ്ക്കുന്നതാണ് കേജരി മുദ്ര. നാവ് ഉള്ളിലേക്ക് വലിച്ചു. ഇതിൽ നാവ് നന്നായി നീളം വെക്കണം. അതിന് മൂന്ന് ക്രിയകളുണ്ട്: ചോദനം, ചാലനം, ദോഹനം. മുറിക്കുക, നീട്ടുക, പാകവെക്കുക. മുറുക്കൽ. ഈ വിദ്യ സാധാരണക്കാർ ചെയ്തുകൂടാ. സന്യാസി ദീക്ഷ എടുത്തവരും ബ്രഹ്മചാരിയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതും ഈ വിധ ക്രിയകൾ സ്വയം ചെയ്ത അനുഭവവും ഈ വിധ കാര്യങ്ങളിൽ നല്ല പരിശീലനവും ഉള്ള മഹാനായ ഗുരുവിന്റെ സാന്നിധ്യത്തിലും നിർദ്ദേശത്തിലും മാത്രം ഈ ക്രിയ ചെയ്യാൻ ശ്രമിക്കാവൂ. നാവ് വായുവുമായി ചേർക്കുന്ന നാഡീബന്ധം കാരണം നാവ് വളച്ച് നാസികാദ്വാരത്തിലേക്ക് എത്തുകയില്ല. ഇതിന് യോഗ്യൻ നാവിന്റെ അടിവശം സ്ഫടികം പോലെ മുത്തുള്ളത് നാലഞ്ച് തവണ ആവുക. കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ പേശി പൂർണ്ണമായി മുറിഞ്ഞു. ക്രമത്തിൽ മീതെ മുറിച്ചുകൊണ്ടിരിക്കണം. നാവിന്റെ മൂലം വരെ അങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നാല് ഫലം ഉണക്കി ശീലപ്പൊടിയാക്കി വായിലും പല്ലിലും ആകെ വിതറും. ഇത് ഒരു ഫലം, അതൊരു മരുന്നാണ്. ഇതാരും ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ആ വിദ്യ, ഇങ്ങനെ ഒരു വിദ്യ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. ഉണക്കി ശീലപ്പൊടിയാക്കി വായിലും പല്ലിലും ആകെ വിതറും. ടേറിൻ ആസിഡും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറെ അഴുക്കുവെള്ളം പോകും. വായിലാകെ പൊടിയിടാം. പാചുഫല പൂർണ്ണം കിട്ടിയില്ലെങ്കിൽ അകരകര, ഉപ്പ്, കരി, കരിങ്ങാലിക്കാവ്, കത്ത എന്നിവയുടെ ശീലപ്പൊടി മുറിച്ച സ്ഥലത്ത് ഈ ഛേദനവിധി ഏറ്റവും സുഗമമാണ്. എന്നാൽ വളരെ അപകട സാധ്യതകൾ. തെറ്റിപ്പോയാൽ പലവിധ ദോഷങ്ങളും ഭാവിയിൽ ഉണ്ടാവും. എന്നാൽ ഇതിന് സമയം കൂടുതലെടുക്കും. അതിനാൽ സാധാരണയായി മോക്ഷമുള്ള ആയതുകൊണ്ട് നാവിനടിയിൽ മാംസപേശി മുറിക്കും. മുറിയിൽ കരിങ്ങാലി, വിരട് എന്നിവയുടെ ശീലപ്പൊടി ഇടും. ഈ വിദ്യയ്ക്ക് മുറിക്കുന്നതിനും തൊലി ഒളിച്ചു കളയുന്നതിനും 2 യന്ത്രങ്ങൾ ആവശ്യമാണ്. തൊലി അടിഭാഗത്ത് കളയുന്നതിനും മരുന്ന് ഇടുന്നതിനും പിന്നീട് ഒട്ടിപ്പിടിക്കുക. എന്നാൽ നാവിനടിയിലെ നാഡിഞരമ്പ് കേടുവരാത്ത വിധം സൂക്ഷ്മമായി വേണം ഈ ക്രിയ ചെയ്യാൻ. ഈ നാഡീഞരമ്പുകൾ രുചിയെ അറിയുവാൻ ആവശ്യമാണ്. അതിനാൽ ഈ വിധ കാര്യങ്ങളിൽ നല്ല പരിശീലനമുള്ള മഹാനായ ഗുരുവിന്റെ സാന്നിധ്യത്തിലും നിർദ്ദേശത്തിലും മാത്രമേ ഈ ക്രിയ ചെയ്യാൻ പാടുള്ളൂ. ഇനി നാവ് ചലിപ്പിക്കലും വലിക്കും. തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ഒരു തുണി ചേർത്ത് പിടിച്ച് നാവിനെ 4 വശത്തേക്ക് മാറ്റി ചുറ്റിച്ച് നീട്ടി വലിക്കാം. ഇതിന് വെണ്ണയോ നെയ്യോ നാവിലിട്ട് 2 കൈ കൊണ്ട് നാവിനെ നീട്ടി പശുവിന്റെ മുല കറന്നെടുക്കുന്ന പോലെ ചെയ്യണം. പതുക്കെ ചെയ്യണം. ഇങ്ങനെ ദിവസവും നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ നാവ് നീളം വയ്ക്കും. ഇത് മൂക്കിന് മുകളിലേക്ക് നെറ്റിയിലെ പുരികമധ്യത്തിൽ മുട്ടുവാൻ തക്ക നീളമുള്ളതാകും. കേജരി മുദ്ര ചെയ്യുന്നതിന് ഇത് വളരെ ഗുണകരമായി തീരും. നാവ് വായ്ക്കുള്ളിലെ ദ്വാരത്തിലൂടെ കടത്തി വെക്കുവാൻ ഇതുമൂലം കഴിയും. കേജരി അനുഭവം ഇതുകൊണ്ട് മാത്രമേ സാധ്യമാവൂ. നാഡികളുടെ തടസ്സമില്ലാതെയുള്ള ചില നാവുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് മുറിക്കൽ ഇല്ലാതെ തന്നെ നാവ് വലിച്ചു നീട്ടുന്നതിന് കഴിയും. വെറുതെ മുൻപറഞ്ഞ വിധം വലിച്ചു നീട്ടിയാൽ മതി. മഹാമുദ്രയ്ക്ക് 2 രീതിയുണ്ട്. മൂലബന്ധം ചെയ്ത് ഇടത് കാൽ ഉപ്പൂറ്റി ശിവനിൽ ചേർത്ത് വെച്ച് വലത് കാൽ നീട്ടിവെച്ച് കാൽവിരലുകൾ 2 കൈ കൊണ്ടും പിടിക്കുക. 4-5 തവണ ഈ വിധം പിടിക്കാൻ ശ്രമിക്കുക. ഇടത് മൂക്കിൽ കൂടി ശ്വാസം സാവധാനം എടുത്ത് കുംഭം ചെയ്ത് ജാലദ്രബന്ധം ചെയ്യുക. പിന്നീട് ജാലദ്രബന്ധം അഴിച്ച് വലതു മൂക്കിൽ കൂടി ശ്വാസം സാവധാനം വിടുക. ഇടതു ഭാഗത്ത് മുദ്ര കഴിഞ്ഞു. ഈ വിധം വലതു ഭാഗത്തും ചെയ്യുക. മഹാമുദ്ര. ഇനി 2ാം മഹാമുദ്ര വിധി പറയാം. ഇടതുകാൽ ഉപ്പിച്ച് ശിവനിൽ ബലമായി ചേർത്ത് വെച്ച് വലതുകാൽ നീട്ടി വയ്ക്കുക. ശ്വാസം എടുത്ത് വീണ്ടും നിറച്ച് കുംഭം ചെയ്ത് മൂലബന്ധവും ജാലദ്രബന്ധവും ചെയ്ത് വലതുകാൽ കൈകൾ കൊണ്ട് പിടിച്ച് കുനിഞ്ഞ് നെറ്റി മുട്ടിൽ തൊടുവിക്കുക. പറ്റുന്നത്ര സമയം കുംഭം ചെയ്യുക. വയറ്റിൽ നിറയ്ക്കുക. മണിപുരത്തിൽ ശ്രദ്ധിക്കുക. വീണ്ടും വീർപ്പിക്കുക. കുണ്ടലിനെ ഉണർന്ന് സുഷുമ്നയുടെ മുകളിലേക്ക് കയറുകയാണെന്ന് ഭാവന ചെയ്യുക. ശേഷം കുനിഞ്ഞ് വീണ്ടും നെറ്റി മുട്ടിൽ മുട്ടിക്കുക. സാവധാനം വേദയും ചെയ്ത് നേടുക. ഈ വിധം വലതുകാൽ ശരീരയിൽ ചേർത്തും വെച്ചും ചെയ്യുക. പ്രാണായാമത്തിന്റെ സമയം സംഖ്യയിൽ കൂട്ടി വെക്കുക. ഫലം: മന്ദാഗ്നി, അജീർണം തുടങ്ങിയ ഉദരരോഗങ്ങൾ മാറും. പ്രമേഹം ഇല്ലാതാകും. വിശപ്പ് വർദ്ധിക്കും. കുണ്ടലിനിയുടെ ഉയർച്ച ജാഗ്രത ആകും. ഇതില് ഈ വിധി നമ്മൾ വളരെ വിശദമായി തന്നെ പഠനം വിധേയമാക്കി ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ വേണം ചെയ്യാൻ.
അല്ലാതെ പെട്ടെന്നുള്ള കാര്യങ്ങളായിട്ട് ഒന്നും ചെയ്തിരുന്നത് വീട് സാന്നിധ്യത്തിൽ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മഹാമുദ്ര എന്നുള്ള അർത്ഥം